ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നമുക്ക് അത്യാവശ്യം 3 സ്പോട്ടുകൾ നമുക്കിവിടെ ട്രെൻഡ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ നമ്മളുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ എടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ നിഫ്റ്റി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ പോയിട്ട് നമ്മളുടെ അപ്പർ ലൈനും അതുപോലെ തന്നെ നമ്മുടെ ഡോട്ടർ ലൈനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെയുണ്ട്. പക്ഷേ നിഫ്റ്റി സർവീസും നോക്കിയേ, താഴത്തെ ബോൾ ലൈനും അതുപോലെ അപ്പർ ബോൾ ലൈനും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് ഇന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായതാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു മൂവ്മെൻ്റാണ്, അധികം അങ്ങും കണ്ടിട്ടില്ലാത്തൊരു മൂവ്മെൻ്റാണ് ഇന്നൊരു ലാസ്റ്റ് ടൈമിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് വരാം. നോക്കോളാം. സ്ട്രൈക്ക് ലെവൽസിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അധികം നോക്കിയിട്ട് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നിഫ്റ്റി നോക്കി നമുക്ക് 3 എൻട്രി പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് 4ാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും നമുക്കൊരു പി എൻട്രി പോയിൻ്റ് ഉണ്ട്. നോക്കുക, പി നമ്മളുടെ എന്താണ് വീക്കെൻഡ് പിയും മന്തെൻഡ് പിയും ഉണ്ട്. ദെൻ വീക്കെൻഡ് പി 4ാമത്തെ ക്യാൻഡിലായപ്പോൾ ഫസ്റ്റ് ലെവലിലേക്ക് വരുന്നുണ്ട്. അതായത് താഴത്തേക്ക് ഇടിഞ്ഞിടിഞ്ഞ് ഫസ്റ്റ് ലെവൽ വരുന്നുണ്ട്. സോ റിജക്ഷൻ ഉണ്ട് മുകളിലേക്ക്. അതുപോലെ 4ാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും നമ്മുടെ മന്തെൻഡ് പിയും വീക്കെൻഡ് പിയും ഇതുപോലെ 4ാമത്തെ നമ്മുടെ ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. മുകളിലേക്ക് റിജക്ഷനുള്ള ടൈമാണ്. നമുക്ക് സിയിലേക്ക് നോക്കാം. സി അതേസമയം 4ാമത്തെ ക്യാൻഡിൽ കയറി ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. സോ താഴേക്ക് റിജക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതിനകത്ത് ഫസ്റ്റ് ലെവൽ തന്നെ 3 ഒരുമിച്ച് വന്നത് കണ്ട്. നമ്മുടെ മന്തെൻഡ് പിയും വീക്കെൻഡ് പിയും ഒക്കെ രണ്ട് സികളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, ഒരേപോലെ ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. സോ ആ ഒരു പോയിന്റിൽ ഞാൻ പി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് റേഞ്ച്, അതായത് ഏകദേശം ഒരു 40% മുകളിലായപ്പോഴത്തേക്ക് എന്തായാലും കട്ട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് ബോർഡ് ലൈനിലേക്ക് കണ്ടോ, ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ഇത് വന്ന് ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. പി എടുത്തെങ്കിൽ അത് ബോർഡ് ലൈൻ ടച്ച് ചെയ്തോ. സോ അവിടെ നിന്ന് റിജക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കുക. ഒരു നെഗറ്റീവ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യാനുള്ള സാധ്യത നല്ലപോലെയുണ്ട്. അതായത് ഒരെണ്ണം മാത്രമേ ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവിടുന്ന് റിജക്റ്റ് ചെയ്താലും തിരിച്ച് കയറി പോകുമെന്നറിയാം. എന്നാലും അവിടെ റിജക്ഷൻ വരും. ആ റിജക്ഷൻ നമ്മളിപ്പോൾ എന്തിനാണ് നമ്മൾ എക്സ്പയറിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ റിജക്ഷൻ മതി, നമുക്ക് കിട്ടിയ പ്രോഫിറ്റൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാകുകയും നമ്മുടെ സൈക്കോളജിയെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്കൊരു 50% റിട്ടേൺ, 50 അല്ലായാലും മുകളിൽ റിട്ടേൺ തന്നതിന് ശേഷം അത് ആ ഒറ്റ നെഗറ്റീവ് ക്യാൻഡിൽ നമുക്ക് ലോസ് തന്നതിന് ശേഷം വീണ്ടും അത് 100% റിട്ടേണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 100% റിട്ടേൺ വരെ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും ചെയ്യേണ്ട. നമ്മളൊരു 10 15 അല്ലെങ്കിൽ 25 മാക്സിമം ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടിയതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിന്റിലാണ്, ഈ ഒരു പോയിന്റ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങോട്ട് മാറി ഈ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനത് ഇൻഫോം ചെയ്തില്ല. ഇവിടുന്ന് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. പി പൊസിഷൻ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ മന്ത് എൻഡ് പി കണ്ടോ, മന്ത് എൻഡ് ഒക്ടോബറിലെയാണ്. സോ അത് പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സോ അവിടുന്ന് റിജക്റ്റ് ചെയ്യും. അതേസമയം പോയിട്ട് നമ്മുടെ വീക്കെൻഡ് പിയും ഇതേ സമയം പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യും. അതേസമയം നമുക്ക് സി പൊസിഷനിലേക്ക് വരാം. അത് ഫസ്റ്റ് ലെവലിൽ നിന്ന് ഇറങ്ങി അതേസമയം ഇതും ബോൾ ലൈൻ ടച്ച് ചെയ്തു. സോ മുകളിലേക്ക് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒരേ രീതിയിൽ 3 ഒരുമിച്ച് വന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് എന്തെടുക്കാം, നമുക്കൊരു സി പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാം. സി പൊസിഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടും ഒരു 2 ക്യാൻഡിൽ അത് വീണ്ടും നെഗറ്റീവായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഇടിഞ്ഞെങ്കിലും അത് തിരിച്ച് റിട്ടേൺ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് സി പൊസിഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ചെറിയ, അതായത് നമ്മൾ കറക്റ്റ് എൻട്രി പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടും അത് 2 ക്യാൻഡിൽസ് അതിന് ഒരു നെഗറ്റിവിറ്റി കൊടുത്തെങ്കിൽ നമുക്കത് സാധാരണ സി അതിൻ്റെ നല്ല രീതിയിൽ അപ്പ് ഡയറക്ഷൻ കൊടുക്കും എന്നുള്ളതാണ്. തിരിച്ച് നല്ലപോലെ റിട്ടേൺ അടിച്ചത് തിരിച്ചു വരും. അതുകൊണ്ടായിരിക്കണം നമുക്ക് ഈ ഒരു നല്ലൊരു സി പോയിൻ്റ് ഇടയ്ക്ക് വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ടല്ലേ. അതായത് നമ്മളുടെ എക്സ്പയറിയിൽ നോക്കാം, നമ്മളുടെ ഇതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എക്സ്പയറി നോക്കിയാൽ സി പോയിൻ്റ് എവിടം വരെ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കേ
കണ്ടോ പെട്ടെന്നൊരു ബൾക്ക് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു സി പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുകയും അവിടെ ചെറുതായിട്ട് ലോസ് റൺ ചെയ്യുകയും ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ട ഒരു പ്രോഫിറ്റ് ലെവലാണ്. അതിന് ശേഷം അത് വീണ്ടും പോയിട്ട് നല്ല രീതിയിൽ ഇതൊരു അപ്പ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഇത് വലിയ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇത് സാധാരണ നമ്മളൊരു പോയിന്റ് നമ്മൾ ലെവൽ കണ്ടെത്തിയതിന് ശേഷം അതൊരു 50% ലോസിലേക്ക് വന്നിട്ട് അതിൽ എബോവ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റ് നല്ല അതിശക്തമായിട്ട് തിരിച്ചു വരാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു വരവാണെന്ന് മാത്രമേ നമുക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്തായാലും ആ ഒരു പോയിന്റ് നമ്മൾ രണ്ടാമത്തെ എൻട്രി പോയിന്റും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു എൻട്രി പോയിന്റ് ബോളൈൻ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ വേണ്ട സി പൊസിഷൻസ് കയറി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ അവിടുന്ന് റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത സിയും 2 സി അതുപോലെ തന്നെയാണ് കയറി പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ അവിടുന്ന് റിജക്റ്റ് ചെയ്യും. 3 നമുക്ക് കൺഫേം ചെയ്യണം. അതാ ഇതും പിയുടെ ഈ ഒരു ലെവൽ എത്തിയപ്പോഴത്തേക്കും എന്താണ് അതും വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പി കയറും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് പി പൊസിഷനിലേക്ക് എൻട്രി എടുക്കാം. പി പൊസിഷനിലേക്ക് എൻട്രി എടുത്താലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് പി പൊസിഷനിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പി റേഞ്ച് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. നല്ല പ്രോഫിറ്റ് റേഞ്ച് ഉണ്ട് അല്ലേ. ഒരു 5 രൂപയ്ക്കൊക്കെ എടുത്താൽ തന്നെ നമുക്ക് എത്രയാണ് 30 രൂപയൊക്കെ പോകുന്ന റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 6x റിട്ടേണൊക്കെ നമുക്ക് തന്നിട്ടുള്ളൊരു റേഞ്ചാണ് ഈ ഒരു പി പൊസിഷൻ. അങ്ങനെ നമുക്ക് 3 എൻട്രി പോയിൻറ്റ്സ് ആണ് ഇന്ന് ഉണ്ടായിരുന്നത്. 3 എൻട്രി പോയിൻറ്റ് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ റിട്ടേൺ നമുക്ക് തന്നിട്ടുള്ള ഒരു റേഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു എനിക്ക് എക്സാം ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ വളരെ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റേഞ്ച് ഈ അവസാനത്തെ 2 പോയിൻറ്റ്സും കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് വളരെയധികം ഈ ഒരു പി പോയിൻ്റ് മിസ് ചെയ്തത് വളരെ കഷ്ടമായിപ്പോയി. നല്ലൊരു പി പൊസിഷനായിരുന്നു. എന്തായാലും കിട്ടിയില്ല. എന്തായാലും ആദ്യത്തെ ഒരു 25% റിട്ടേൺ ആദ്യത്തെ ട്രേഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുമാണ്. അപ്പോൾ നല്ല രീതിയിലൊക്കെ റിട്ടേൺ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോൾലൈൻ സ്ട്രാറ്റജിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡാണ്. ഇൻഡെക്സ് ലെവൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എൻ്റെ ഗ്രൂപ്പ് താഴെയുണ്ട്. സ്ട്രൈക്ക് ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.